ഇനി ഞങ്ങൾ പോകുന്നത് നെല്ലിയാമ്പതിയിലെ ഫേമസ് ആയ കേശവൻ പാറയിലേക്കാണ്. പണ്ടൊരു മാർച്ച് മാസത്തിൽ ഞങ്ങൾ വന്നപ്പോൾ ചുട്ട് പഴുത്ത് കിടന്ന ഭാഗങ്ങളെല്ലാം ഇന്ന് കോടമഞ്ഞിനാൽ മൂടിയിരിക്കുന്നു. തണുപ്പും ചെറിയൊരു ചാറ്റൽ മഴയും പുതുതായി വാങ്ങിയ റെയിൻകോട്ട് പുറത്തെടുക്കാനുള്ള കാരണമായി. മഞ്ജു ചേച്ചിയും സോരവും റെയിൻകോട്ട് എടുത്തിട്ടില്ലായിരുന്നു. ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് ചേച്ചി ശ്രദ്ധിച്ചിരുന്നില്ല. ഞങ്ങൾ ഈ പറഞ്ഞു കൂട്ടുന്നത് കഴിഞ്ഞ വർഷം പോയ സൈലന്റ് വാലിയിലും അതിനു മുന്നേ പോയ വയനാട് യാത്രയിലും കിട്ടിയ അട്ടകടിയുടെ കഥകളെ കുറിച്ചാണ്. കേശവൻപാറയിലേക്കുള്ള ട്രെക്കിങ് അടിപൊളിയായിരുന്നു. ഒരു ചെറിയ വഴിയും അതിനു ചുറ്റും കാടിന്റെ വശ്യ മനോഹാരിതയും അതിന് മൂടിക്കൂട്ടാൻ കോടമഞ്ഞും മഴച്ചാറ്റിലും. ഞങ്ങൾ പച്ച ഫാമിലി, നീ ഓറഞ്ച് ഔട്ട്. എവിടെ കോട്ടിട്ട കുട്ടികൾ? നേരത്തെ കാലിൽ അട്ട കയറിയത് കൊണ്ട് തന്നെ സുഹുവിന്റെ ഓരോ ചുവടുവയ്പ്പോഴും വളരെ സൂക്ഷ്മതയോടെയായിരുന്നു. ഞങ്ങളിപ്പോൾ നടന്നു കയറുന്നത് വേനൽക്കാലത്തിന്റെ തീക്ഷ്ണത ഞങ്ങളെ അനുഭവിപ്പിച്ച കേശവൻ പാറയിലേക്കല്ല, മറിച്ച് കോടമഞ്ഞിന്റെയും ചാറ്റൽ മഴയുടെയും തണുപ്പും സുഖവും നൽകുന്ന കേശവൻ പാറയിലേക്കാണ്. ഫസ്റ്റ് കപ്പടിച്ചു. മീശപ്പുലിമല പോയപ്പോൾ കണ്ട സ്വർഗ സമാനമായ ദൃശ്യമാണ് ഇവിടെയും. മൂടൽ മഞ്ഞിനാൽ മൂടപ്പെട്ട കേശവൻ പാറ. വ്യൂ പോയിന്റ് ഒന്നും കാണാൻ കഴിയുന്നില്ല, ചുറ്റും കോടമഞ്ഞ് മാത്രം. കയ്യിലുള്ള മൊബൈൽ ചാറ്റൽ മഴയിൽ നനയുന്നതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ ആ ഭംഗി വീഡിയോ ആയി മാക്സിമം റെക്കോർഡ് ചെയ്തു വെച്ചു. മലയുടെ മുകളിൽ വീഡിയോ ആണ് ചേട്ടല്ല സുഖാന. സോറി, ഇപ്പൊ കമ്മിറ്റഡ് ആണ്. പക്ഷെ ഇത് കഴിഞ്ഞ മാരേജ്, നെക്സ്റ്റ് മന്ത് എന്റെ മാരേജ് അല്ലേ. എല്ലാരും വരണം. എവിടെ വെച്ചിട്ടാണ് പറയില്ല. ഗിഫ്റ്റ് വന്നാ മതി. KSRTC കാരെ വിളിക്കണ്ട. നീ അനൗൺസ് ചെയ്ത സ്ഥിതിക്ക് നീ എല്ലാരും വിളിക്കണം. യാ ഞാൻ കണ്ടു